ഇന്നൊരു വെജിറ്റബിൾ സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നോമ്പിന്ന് 13 കൂടെയാണ് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, ഒരു 6-7 എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് എണ്ണയിലൊന്ന് വറുത്ത് കോരിയൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു സെയിം റെസിപ്പി ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഈ വർഷം ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് കഴിച്ചപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഈ പ്രാവശ്യം ആ ഒരു റെസിപ്പി തന്നെ ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 സവാളയും ഒരു ക്യാരറ്റ്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് സോട്ട വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ്, അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഈ ഒരു പാകത്തുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ്, ഒരു കളറിന് വേണ്ടിയിട്ടാണ് അത്രയും മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല പൗഡറും പിന്നെ 1 ടീസ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടി, പിന്നെ ഒരു 1/2 കപ്പോളം ഗ്രീൻ പീസ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തത്. പിന്നെ കുക്കറിൽ നമ്മൾ ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് ഒരു 4-5 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ പീസ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ഒരു ഗ്രീൻ പീസിൽ ചെറുതായിട്ട് ഒരു വെള്ളത്തിൻ്റെ അംശം കാണുമല്ലോ നമ്മൾ വേവിച്ചെടുത്തതിൻ്റെ. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയുണ്ടല്ലോ, നമുക്ക് ആ ഒരു സമൂസ ഷീറ്റ് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യണേ. എന്നിട്ട് ആ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സമൂസ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതുപോലെ സമൂസ ഷീറ്റ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് അതിനുള്ളിൽ ഈ ഒരു ഫില്ലിങ് നിറച്ചെടുക്കാം. ഒരുപാട് ഫില്ലിങ് നമ്മൾ കുത്തി നിറച്ച് വെക്കരുത് കേട്ടോ. അപ്പോൾ അത് കഴിക്കാനും രസം ഉണ്ടാവില്ല, നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നി മൈദയും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ പച്ചവെള്ളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. ഒട്ടിയിരുന്നോളം, ഇളകിയൊന്നും പോകില്ല. ഞാൻ ഈ ഒരു ടിപ്പ് കണ്ടതിന് ശേഷം പിന്നെ ഇങ്ങനെയാണ് കുറേ കാലം കൊണ്ട് ചെയ്യുന്നത്. തന്നെ എളുപ്പമാണല്ലോ, വെറുതെ നമ്മൾ മൈദയൊക്കെ പേസ്റ്റ് ആക്കി പിന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക, ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഞാൻ എല്ലാ സമൂസ ഒരു 25 സമൂസ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അളവിന്. അപ്പോൾ അത്രയും ഞാൻ റെഡിയാക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഉണ്ടല്ലോ ഫ്രീസറിൽ വയ്ക്കും കേട്ടോ. അതായത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ, ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ ഇപ്പോഴും. അപ്പോൾ ഞാൻ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിൽ നമുക്ക് ഇതുപോലെ സമൂസ ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഓരോ ലെയറിൽ നമ്മൾ ബട്ടർ ഷീറ്റ് മതി, അതിങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ലെയറായിട്ടൊന്ന് അടുക്കി ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതിന് ഇന്നലെ വെച്ചിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പായിരിക്കുമല്ലോ, ഐസ് പോലെ ഇരിക്കും. അതൊന്നിൻ്റെ ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് അതൊന്ന് ആവശ്യത്തിനൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എന്നിട്ട് ഫ്രീസറിലോട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഈ സമൂസ ആയിരുന്നാലും നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. നമ്മളിത് ആവശ്യത്തിന് മാത്രം ഒന്ന് പുറത്ത് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കി അങ്ങ് ഫ്രീസറിൽ വെച്ചാൽ മതിയാകും. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് സമൂസ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. സമൂസയ്ക്ക് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ട് അതേ ഓയിലിൽ തന്നെ ഒരു കട്ട്ലേറ്റും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കട്ട്ലേറ്റ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ഒരു എണ്ണ ചീത്തായത് എനിക്ക് തോന്നും പെട്ടെന്ന്. കുറച്ച് റവയും കൂടെ ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ, തരിക്കഞ്ഞിയായിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ കട്ട്ലേറ്റും സമൂസയൊക്കെ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടേബിളിലോട്ടെല്ലാം കൊണ്ടൊന്ന് വെക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ തണ്ണിമത്തങ്ങയാണ് കേട്ടോ ജ്യൂസ് തയ്യാറാക്കിയത്, പഞ്ചസാരയും വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഫ്രഷ് ജ്യൂസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ തരിക്കഞ്ഞി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പാലും വെള്ളവും ഏലക്കപ്പൊടിയും പിന്നെ കുറച്ച് കാഷ്യൂസും റവയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്ത തരിക്കഞ്ഞി. അപ്പം നോമ്പ് തുറക്കി നമ്മൾ അത്രയും മാത്രമേ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രാവിലെ അത്താഴത്തിനാണ് ഫുഡ് തയ്യാറാക്കുന്നത് തന്നെ. ഞാൻ രാവിലെ എണീച്ച പാടെ തന്നെ പാലൊന്ന് വെച്ചിട്ടുണ്ട് ചായക്ക് വേണ്ടിയിട്ട്, അതൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു ടൈമിൽ ഒരു ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു മുറി തേങ്ങയും പിന്നെ 5-6 ചെറിയ ഉള്ളിയും പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടെല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ
ചമ്മന്തിക്കറി റെഡി. ഈ ഒരു ചമ്മന്തി തിളപ്പിക്കാനായിട്ട് പാടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെയാണ്, എന്നാലും അറിയാത്തവരായിട്ടും ഉണ്ട് ചിലർക്ക്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പവും കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. മാവൊക്കെ ഓൾറെഡി ഫ്രിഡ്ജിൽ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കണം. പിന്നെ ചായയും ഒരു സൈഡിലിട്ട് എടുക്കുന്നുണ്ട്, പാലും തേയിലയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഈ ഒരു കാസ്റ്റേണിൻ്റെ പാനാണ് കേട്ടോ, ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ മാവൊന്ന് കോരി ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അടച്ച് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അപ്പം തയ്യാറാക്കി എടുക്കുന്നത്. കാസ്റ്റേൺ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നോൺ സ്റ്റിക്ക് കാണുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് തന്നെ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിത് അപ്പമൊക്കെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ചായയും ഒരു സൈഡിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് അരിച്ചൊന്ന് ഗ്ലാസ്സിലോട്ടൊന്ന് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ അപ്പവും ചമ്മന്തിക്കറി മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ പിള്ളേർക്ക് കഴിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും, ഒരു മുട്ടയും കൂടെ ഒക്കെ പൊരിച്ച് കൊടുക്കാം. മീനോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകുമായിരുന്നു. അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് റെഡിയാക്കി ഒന്ന് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ നോമ്പ് 14 നോമ്പ് 13 തുടങ്ങിയിട്ട് 14ാമത്തെ നോമ്പിൻ്റെ രാവിലത്തെ അത്താഴത്തിൻ്റെ തന്നെ ടപ്പ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ മുട്ടയും പൊരിച്ചിട്ടൊന്ന് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ചായക്ക് ഞാൻ അരിച്ചെടുത്തിട്ട് കപ്പിലോട്ടൊന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്താഴമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.